കുന്നംകുളത്തും അത്താണിയിലും ആനകളിടഞ്ഞു. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ആനയിടഞ്ഞത്. അത്താണിയിൽ ഇടഞ്ഞ ആന വൈദ്യുതി തൂണും തെങ്ങും കുത്തിമറിച്ചിട്ടു. അതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി കണ്ടെത്തി. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതിക്കാണ് പരിക്കേറ്റത്. പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പൊട്ടിയ താൽക്കാലിക ബണ്ട് പുനർനിർമ്മിച്ചു. ബണ്ട് പുനർനിർമ്മിച്ചതോടെ വീണ്ടും അടിഭാഗത്തെ വെള്ളം വറ്റിക്കൽ പ്രവർത്തികൾ തുടങ്ങി. വരവൂർ തളി നടുവട്ടത്തെ സ്വകാര്യ മാലിന്യ പ്ലാന്റിലേക്ക് അറവ് അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. പ്രദേശവാസിയായ യുവാവിനെ മാലിന്യ വാഹനത്തിലുണ്ടായിരുന്നവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ഒല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ സോമൻ വാര്യറാണ് മരിച്ചത്. മനക്കുടയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ചു തകർത്തു. ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയത്തിന് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. ചാവക്കാട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തിത്തുറന്ന് മോഷണ ശ്രമം. ബീച്ച് റോഡിലെ മാ ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. കൊമ്പൻ തടത്താവിള ശിവനാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിനിടെ ആന അനുസരണക്കേട് കാട്ടുകയായിരുന്നു. ഏറെ നേരം കുന്നംകുളം അഞ്ഞൂർ റോഡിലെ കോടതിപ്പടയിൽ നിലയുറപ്പിച്ച ആനയെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് തളച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അത്താണി മിണാലൂരിൽ ആന ഇടഞ്ഞു. മിണാലൂർ സ്വദേശി പാട്ടത്തിനെടുത്ത ഊക്കൻസ് കുഞ്ചുവാണ് ഇടഞ്ഞത്. കുളിപ്പിച്ചു കൊണ്ടുവരുന്നതിനിടെ മിണാലൂർ സെന്ററിൽ വെച്ച് ഇടഞ്ഞ ആന വൈദ്യുതി തൂണും തെങ്ങും കുത്തിമറിച്ചിട്ടു. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. കാലിന് പരിക്കുള്ള കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിയെ ചൊവ്വാഴ്ച പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വാടാമുറി തേക്ക് തോട്ടത്തിൽ വനപാലകർ കണ്ടെത്തി. ചെറിയ മുടന്തുണ്ടെങ്കിലും വലതുകാൽ നിലത്തമർത്തിയാണ് ആന നടക്കുന്നതെന്ന് 2 ദിവസമായി നിരീക്ഷണം നടത്തുന്ന വനപാലകർ അറിയിച്ചു. മറ്റാനകളുടെ കൂട്ടത്തിലാണ് ഗണപതിയെ കണ്ടത്. വൈൽഡ് ലൈഫ് ഓഫീസർമാരായ ഡോക്ടർ ബിനോയ് സി ബാബു, ഡോക്ടർ മിഥുൻ ഒ വി, ഡോക്ടർ ഡേവിഡ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസമായി നിരീക്ഷണം നടത്തുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ ഡോക്ടർമാർ നിരീക്ഷണത്തിനുണ്ടെങ്കിലും ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ആനയെ കണ്ടെത്തിയത്. ഞായറാഴ്ച മറ്റൊരിടത്ത് വെച്ച് വനപാലകർ കൊമ്പനെ കാണുമ്പോൾ വലതുകാൽ അമർത്തി നടക്കുന്നതിൽ പ്രയാസപ്പെടുന്ന നിലയിലായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിരമായി എത്തുന്ന ഗണപതിക്ക് എന്തെങ്കിലും കമ്പിവേലിയിൽ ചവിട്ടിയപ്പോൾ പാദത്തിൽ മുറിവുണ്ടായുവെന്ന് അനുമാനിക്കുന്നത്. വീണ്ടും ആനയെ നിരീക്ഷിക്കാൻ വാഴച്ചാൽ ഡിഎഫ്ഒ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 1 മണിക്കൂറോളം മുറ്റത്ത് നിലയുറപ്പിച്ച ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും കാട്ടിലേക്ക് കയറ്റി. ചൊക്കന ക്ലബിന് സമീപത്ത് താമസിക്കുന്ന വട്ടോളി മുഹമ്മദ് അലിയുടെ പാഡിയിലാണ് കൊമ്പൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊമ്പൻ പാഡിയിലെത്തുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന വാഴയും ചക്കയും അകത്താക്കിയ ആന 1 മണിക്കൂറോളമാണ് മുറ്റത്ത് നിലയുറപ്പിച്ചത്. മുൻപും ഇതേ ആന ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. കൊമ്പന്റെ അരികിലേക്ക് ആനക്കൂട്ടം എത്തുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിയത്.
ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കോട്ടപ്പടി സ്വദേശി ചീരൻ ഷെല്ലി ബാബു, എളവള്ളി സ്വദേശി വടുക്കൂട്ട് വിനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിനോജ് ഭാര്യ വീടിന് സമീപത്തുനിന്ന് വാഹനത്തിൽ വിറക് കയറ്റിക്കൊണ്ടിരിക്കെ ഓടിയെത്തിയ കാട്ടുപന്നി ഇരുവരെയും ഇടിച്ചിടുകയായിരുന്നു. ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പൊട്ടിയ താൽക്കാലിക ബണ്ട് പുനർനിർമ്മിച്ചു. റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താൽക്കാലിക മൺബണ്ടാണ് കഴിഞ്ഞയാഴ്ചയുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ തകർന്നത്. ഇതോടെ റെഗുലേറ്ററിന്റെ അടിയിൽ നിന്ന് ചെളിയും മണ്ണും നീക്കാൻ ഉപയോഗിച്ചിരുന്ന JCBയും കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിനടിയിലായി. റെഗുലേറ്ററിന്റെ അടിഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കുറച്ചു ഭാഗം കോൺക്രീറ്റ് തുടങ്ങിയിരുന്നു. പൊട്ടിയ ബണ്ട് പുനർനിർമ്മിച്ചതോടെ വീണ്ടും അടിഭാഗത്തെ വെള്ളം വറ്റിക്കൽ പ്രവർത്തികൾ തുടങ്ങി. ഒരാഴ്ചയ്ക്കകം വെള്ളം മുഴുവനായും വറ്റിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5.4 കോടി രൂപ ചെലവിലാണ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വരവൂർ തളി നടുവട്ടത്തെ സ്വകാര്യ മാലിന്യ പ്ലാന്റിലേക്ക് അറവ് അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. പ്രദേശവാസിയായ യുവാവിനെ മാലിന്യ വാഹനത്തിലുണ്ടായിരുന്നവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. തളി നടുവട്ടം പാറപ്പുറത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയിൽ അറവ് മാലിന്യങ്ങളുമായി വാഹനമെത്തിയപ്പോൾ നാട്ടുകാർ വാഹനം തടയുകയായിരുന്നു. ഇതിനിടയിലാണ് വാഹനത്തിലുണ്ടായിരുന്നവർ പ്രദേശവാസിയായ മുതുകാട്ടിൽ ശരത്തിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ശരത്തിന്റെ കയ്യിലെ എല്ലിന് പൊട്ടലുണ്ടായി. ഇയാൾ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചൊവ്വാഴ്ചയും പ്രതിഷേധം തുടർന്നു. സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു എന്നിവർക്കെതിരെയും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുകൂലമാണെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ രൂക്ഷമായി പ്രതികരിച്ചത്. പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം M വീരചന്ദ്രൻ ആരോപിച്ചു. ഭരണകൂടം ഇതിനെ ഒത്താശ ചെയ്ത് അവർക്കിത് അറിഞ്ഞില്ല എന്ന ഒരു കാര്യം കൊണ്ട് മാത്രം ഇതൊരു എക്സ്ക്യൂസ് അല്ല. ഇന്ന് പഞ്ചായത്തിൽ നടക്കുന്ന മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് ഇന്ന് ഹരിത കർമ്മസേനയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ജില്ലയുടെ പുറമേയുള്ള സ്ഥലങ്ങളിൽ പോലും മാലിന്യം വഹിച്ചിട്ടുള്ള വാഹനം വരവൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് നടുവട്ടത്ത് കൊണ്ടുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് ഇവിടെ ജനങ്ങൾ ദുസ്സഹമാകുന്ന രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു പ്ലാനിന് വേണ്ടി മൗനാനുവാദം കൊടുത്തിരിക്കുകയാണ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിനെതിരെയാണ് നിലകൊള്ളുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത പറഞ്ഞു. മാലിന്യ പ്ലാന്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ അവര് ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയത്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ഇത് ജില്ലാ കളക്ടർ ഈ ഒരു ശുചിത്വ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ഇത് JDയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇത് അന്വേഷിക്കുകയും അടിയന്തരമായിട്ട് ഇന്നലെ അവിടെ പിടിച്ച മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപടിയെടുക്കുകയാണ് ഉണ്ടായത്. സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസും ജനകീയ സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിന് ശേഷമാണ് മാലിന്യം നിറച്ച വാഹനം നാട്ടുകാർ വിട്ടുകൊടുത്തത്. TC വിനോസ്, എരുമപ്പെട്ടി. ഒല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ ശ്രീവത്സം വീട്ടിൽ 58 വയസ്സുള്ള സോമൻ വാര്യറാണ് മരിച്ചത്. പെരുമ്പാവൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മനക്കൊടിയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ച് തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി മനക്കൊടി ആശാരി മൂലയിലാണ് സംഭവം. വല്ലത്തുപറമ്പിൽ അജിതയുടെ വീടിന്റെ കിണറിലാണ് എയ്സ് ഓട്ടോ ഇടിച്ചു കയറിയത്. റോഡരികിൽ വാഹനം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഡ്രൈവർ തിരിച്ചു വന്നപ്പോഴാണ് വാഹനം കിണറിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടത്.
അപകടത്തിൽ കിണറിന്റെ ആൾമറ തകർന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഇറക്കമുള്ള റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനം മുമ്പോട്ട് നിരങ്ങി നീങ്ങി തനിയെ കിണറിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. പന്നിത്തട സ്വദേശികളായ ആഷിഫ, വിദ്യാർത്ഥികളായ ആഷ്മിൽ, ഫിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപം വാഹനം ഇടിച്ച് കുരങ്ങൻ ചത്തു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജിന്റെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KS സുധീർ, അച്യുതൻ, ഷാജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയത്തിന് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ പ്രധാന ലക്ഷ്യം. വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിനായി ഇന്റഗ്രേറ്റഡ് ബാത്ത് മെട്രിക് സർവേക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. എക്കോ സൗണ്ടർ, GPS സംവിധാനങ്ങളുള്ള ബോട്ടിലൂടെ സഞ്ചരിച്ചാണ് സർവേ നടത്തുന്നത്. ജലസേചന വകുപ്പിന് കീഴിലുള്ള പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സർവേ. സർവേ റിപ്പോർട്ട് ചീരക്കുഴി സബ് ഡിവിഷന് കൈമാറും. ഗായത്രി പുഴയിലേക്ക് മറ്റൊരു കൈവഴി ചേരുന്ന പഴമ്പാലക്കോട് വരെ ബോട്ടിൽ സഞ്ചരിച്ചാണ് പഠനം നടത്തുക. ഭാരതപ്പുഴയുടെ പോഷകനദിയായ ഗായത്രി പുഴയിൽ നിർമ്മിച്ച തടയണയാണ് ചീരക്കുഴി റെഗുലേറ്റർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, ചെറുതുരുത്തി, ദേശമംഗലം എന്നീ 5 പഞ്ചായത്തുകളിലെ മുണ്ടകൻ കൃഷിക്ക് വേണ്ടി 40 കിലോമീറ്ററിലധികം നീളത്തിലുള്ള കനാൽ ശൃംഖലയും ഇതിന്റെ ഭാഗമായുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല. ചാവക്കാട് ബീച്ച് റോഡിൽ കുട്ടികളുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന് മോഷണ ശ്രമം. ചാവക്കാട് ബീച്ച് റോഡിലെ മായൻ ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. രാവിലെ സ്ഥാപനത്തിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് എക്സോസ്റ്റ് ഫാൻ ഘടിപ്പിച്ച ചുമർ ഭാഗം തുറന്ന നിലയിൽ കണ്ടത്. കടയിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പാർട്ട്ണർ MA ഷുവൈബ് പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതാനും നാളുകളായി മേഖലയിൽ കടകളിൽ മോഷണം വ്യാപകമായി വരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് പറഞ്ഞു. രാവിലെ നമ്മുടെ സ്റ്റാഫുകൾ വന്നിട്ട് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കാണുന്നത്. അവിടെ നമ്മൾ പഞ്ച് ചെയ്യണതിൻ്റെ സൈഡിൽ തന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. അത് പൊളിച്ചിട്ട് അവർ ചുമരും കൂടി തിക്കിയിട്ടാണ് കയറിയത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾ ചാടിയൊക്കെയാണ്. അവിടെയൊക്കെ നടന്നു പോയിട്ടുണ്ട്. നമുക്കൊന്നും മിസ്സായിട്ടൊന്നുമില്ല. ആളെ CCTV ആ സമയത്ത് എന്തോ ഓഫായേക്കാണ് നമുക്ക്. അപ്പോൾ ആളുടെ പിക്ചറൊന്നും കിട്ടിയിട്ടില്ല. പോലീസുകാർ വന്നായിരുന്നു, അവർ അന്വേഷിക്കേണ്ടതിനെ പറ്റിയിട്ട്. വലപ്പാട് സ്വദേശികളായ 4 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. കോതക്കുളം സ്വദേശികളായ കാരേപ്പറമ്പിൽ ഹരികൃഷ്ണൻ, കണ്ണംപറമ്പിൽ നിഖിൽ, കാരേപ്പറമ്പിൽ ജിതിൻ, കാഞ്ഞിരപ്പറമ്പിൽ ഹരികൃഷ്ണ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. കാരേപ്പറമ്പിൽ ഹരികൃഷ്ണനെ കൊലപാതക കേസ് ഉൾപ്പെടെ 14ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നിഖിലിന് വധശ്രമ കേസുകൾ ഉൾപ്പെടെ 12ഓളം ക്രിമിനൽ കേസുകളും, ജിതിന് 17ഓളം ക്രിമിനൽ കേസുകളിലും ഹരികൃഷ്ണൻ 9ഓളം ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവിട്ടത്. വേലുപ്പാടം പൗണ്ട് കിണർ സ്റ്റോപ്പിന് സമീപം വഴിയോരത്ത് ബൈക്കിൽ മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലുപ്പാടം സ്വദേശി പടപ്പറമ്പിൽ വീട്ടിൽ ക്രിസ്റ്റീനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 3.5 ലിറ്റർ ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യവും 5330 രൂപയും പോലീസ് പിടികൂടി. കിണർ സ്റ്റോപ്പിന് സമീപം ബൈക്ക് നിർത്തി ആവശ്യക്കാർക്ക് മദ്യം നൽകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. വരന്തരപ്പള്ളി SHO KN മനോജ്, SIമാരായ ജയചന്ദ്രൻ, അലി, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഫിൻ, ജോണി, ജിൽജിത്ത്, ഷിജു എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വലപ്പാട് വട്ടപ്പരത്തി സ്വദേശി മുറിയപ്പുരയ്ക്കൽ വീട്ടിൽ സുമിത്തിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി കുട്ടമുഖം സ്വദേശി ബിജുവിനെയും ഭാര്യയെയും ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ഫെബ്രുവരി 26 രാത്രിയിലായിരുന്നു സംഭവം. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
വേലുപാടം കവരംപിള്ളിയിൽ ഏക്കർ കണക്കിന് പറമ്പുകൾ കത്തിനശിച്ചു. 6 മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് പറമ്പുകളാണ് കത്തിനശിച്ചത്. KFRAയുടെ മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത്. നിരവധി മുളകൾ കത്തിനശിച്ചു. തൊഴിലാളികൾ ചേർന്ന് ഗവേഷണ കേന്ദ്രത്തിലെ തീ അണച്ചുവെങ്കിലും കാറ്റിന്റെ ശക്തിയിൽ സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പറമ്പുകളിലെ നിരവധി തെങ്ങ്, കവുങ്ങ്, റബ്ബർ, വാഴ, കശുമാവ് എന്നിവ കത്തിനശിച്ചു. നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും വനപാലകരും ഫയർഫോഴ്സും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് തീപിടിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്കിടയാക്കി. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളം പമ്പ് ചെയ്യാതിരുന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനിടെ മലയോര കർഷക സമിതി പ്രവർത്തകർ വാഹനത്തിൽ വെള്ളം എത്തിച്ച് തീയണയ്ക്കാൻ ശ്രമം നടത്തി. എന്നാൽ കവരംപിള്ളി കുന്നിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പുക ഉയരുന്നതിനാൽ രാത്രിയിൽ വീണ്ടും തീ പടരാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. രൗദ്രതയുടെ ആഘോഷമായ മീനഭരണിയുടെ വരവറിയിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ചെറുഭരണിക്ക് കൊടികയറി. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണി കൊടിയേറ്റം ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കിയാണ് നടന്നത്. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് ആനന്ദനും സംഘവും എത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിന്നു. ആനന്ദനും അനന്തരാവകാശിയും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. ഇതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു. മാർച്ച് 31-നാണ് അശ്വതി കാവ് തീണ്ടൽ. ഭരണി നാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. ചരിത്ര പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുംഭഭരണി വേല വർണ്ണാഭമായി. ദേശകുതിരകളും ഉത്സവ കുതിരകളുമടക്കം 15 കുതിരകൾ കാവേറി. ജാതി മതത്തിനതീതമായി 10,000-ങ്ങളാണ് നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ ഭരണി വേലയ്ക്കെത്തിയത്. അശ്വതി ഭരണി കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. അശ്വതി നാളിൽ വേലൂർ ദേശ തിരിക്കുതിര, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, വേലൂർ അമ്പലവട്ടം ദേശക്കുതിര എന്നിവ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റന്നൂർ, കരിയന്നൂർ എന്നീ ദേശക്കുതിരകളും വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ തുടങ്ങിയ ഉത്സവ കമ്മിറ്റി കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തി. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ചെണ്ടുകാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ കുതിരവരവിന് അകമ്പടിയേകി. തുടർന്ന് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിഞ്ഞാലത്തിന് തിരികൊളുത്തി. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ അരിപ്പറമേളം നടന്നു. കാർത്തിക വേലയായ ബുധനാഴ്ച രാവിലെ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് കുതിരകൾ ഭഗവതിയോട് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ കുതിരവേലയ്ക്ക് സമാപനമാകും. മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല ആഘോഷിച്ചു. കീഴ്ക്കാവിൽ നിന്ന് പറയെടുപ്പോടെ അശ്വതി വേലയുടെ കുതിരകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരനെ എഴുന്നള്ളിച്ചു. മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി എഴുന്നള്ളിപ്പ്, തുടർന്ന് 10 കുതിരകളുമായി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പൂർവാചാര്യ വേലകൾ, തേര്, കാള, പൂതൻ, തിറ, മേളം, നാടൻ കലാരൂപങ്ങൾ, കാവടി, നാഗസ്വരം, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കഴക്കൂട്ട്, സെക്രട്ടറി ബാബു വടുതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു വിൽക്കൂറ്റിൽ, ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
തിരൂർ ശ്രീ വടക്കുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേലയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച മുളങ്ങുന്നത്തുകാവ് ദേശത്തിന്റെ നേതൃത്വത്തിൽ ഭരണിവേലയും തിരൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ ഭരണിയൂട്ടും നടന്നു. മുളങ്ങുന്നത്തുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് 7 ഗജവീരന്മാർ അണിനിരന്ന ഭരണിവേല എഴുന്നള്ളിപ്പ് നടന്നു. ചോറ്റാനിക്കര വിജയൻ മാരാരും ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാരും പ്രാമാണികരായ നടപ്പുര പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ ഗജരാജൻ ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റി. തുടർന്നുള്ള എഴുന്നള്ളിപ്പിൽ കലാനിലയം ഉദയൻ നമ്പൂതിരി പ്രാമാണികനായ മേളവും സ്വരാജ് നാദസ്വരം സംഘത്തിന്റെ നാദസ്വരവും താളനാദ വിസ്മയം തീർത്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് തച്ചപ്പിള്ളി പാലവും പരിസരവും രാത്രികാലങ്ങളിൽ ലഹരി കേന്ദ്രമായി മാറുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ മാള റോഡിലുള്ള തച്ചപ്പിള്ളി പാലവും പരിസരവും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ലഹരി വിൽപ്പനക്കാരുടെയും സങ്കേതമായി മാറുമ്പോൾ നാട്ടുകാർ ഭീതിയിലാണ്. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. കൊടുങ്ങല്ലൂർ മാള പോലീസ് സ്റ്റേഷനുകൾ അതിർത്തി പങ്കിടുന്ന പാലം പകൽ പോലും വിജനമാണ്. കൂടാതെ രാത്രികാലങ്ങളിൽ ഇക്കൂട്ടർക്ക് സ്വൈരവിഹാരത്തിന് ചേർന്ന ഇടമാണിവിടം. പുല്ലൂറ്റ് വില്ലേജിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രിയിൽ പോലും ചെറുപ്പക്കാരുടെ സംഘങ്ങൾ തമ്പടിക്കുന്നതും ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പതിവായി മാറിയിട്ട് കാലങ്ങളായി. പുല്ലൂറ്റ് മേഖല പൊതുവായിട്ട് ഇപ്പം മൊത്തത്തിൽ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു മേഖലയായി തീർന്നിരിക്കുകയാണ്. ഈ അമ്പല കോമ്പൗണ്ട് തന്നെ അവരൊരു കേന്ദ്രമാണ്. അമ്പലത്തിൽ പൂജ ഒഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ കാറ് കിടക്കണതാണ്. അമ്പല കോമ്പൗണ്ടിൽ ഉള്ളിൽ പിള്ളേരായിട്ടും കോളേജ് പിള്ളേരായിട്ടും വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഒക്കെ തമ്പടിക്കുന്നുണ്ട്. പിന്നെ പുല്ലൂറ്റ് പുതിയ പോസ്റ്റിൻ്റെ പടിഞ്ഞാറ് വശം അവിടെ ഒഴിഞ്ഞെടുക്കുന്ന കുറേ വീടുകളുണ്ട്. അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് റോട്ടിൽ കൂടെ പോകാൻ പേടിയാവും. കാരണം ഈ ഒഴിഞ്ഞെടുക്കുന്ന വീടുകളിൽ നിന്നായിരിക്കും പിള്ളേർ മോളിൽ നിന്ന് മതിലിൻ്റെ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടുകയാണ്. സത്യത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങി. പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഴിഞ്ഞാട്ടം തന്നെ നടക്കും. മതിലകം കഴുവിലങ്ങിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ 2ാം ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം രാജീവ് നഗർ സ്വദേശി ജോസഫിന്റെ മകൾ 34 വയസ്സുള്ള അനുവാണ് മരിച്ചത്. 2ാം ഭർത്താവ് മതിലകം കഴുവിലങ്ങ് സ്വദേശി ചേനോത്തുപറമ്പിൽ പ്രശാന്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വീട്ടിലെ ജനൽ കമ്പിയിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം 3 വർഷത്തോളമായി പ്രശാന്തിനൊപ്പം മതിലകം കഴുവിലങ്ങിലാണ് ഇവർ താമസിച്ചു വരുന്നത്. അനു മരിച്ചതറിഞ്ഞ് പ്രശാന്തും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ ആശുപത്രിയിലെത്തിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. 2ാം ഭർത്താവിന്റെ ഉപദ്രവവും പീഡനവും മൂലമാണ് അനു തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭ 10 ദിവസങ്ങളിലായി നടത്തിവരാറുള്ള പുഷ്പോത്സവം ഇത്തവണ ഏപ്രിലിൽ നടത്താൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കരാറെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പുഷ്പോത്സവം ഏപ്രിലിലേക്ക് മാറ്റുന്നതെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു. എന്നാൽ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉത്സവം തുടങ്ങാൻ 5 ദിവസം മാത്രം ശേഷിക്കെയാണ് ഇക്കാര്യം അജണ്ടയിൽ വരുന്നത്. സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് മുമ്പ് പുഷ്പോത്സവം വിഷയം കൗൺസിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. അവധിക്കാലമായതിനാൽ ഏപ്രിൽ മാസത്തിൽ വലിയ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെടുക. ഈ സമയത്ത് നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് അടച്ചുകെട്ടി പരിപാടി നടത്തുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകാതെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിലെ പാർക്കിംഗ് അപര്യാപ്തത മൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുവായൂരിൽ എത്താൻ മടിക്കുകയാണെന്നും ഉദയൻ പറഞ്ഞു. ഉത്സവ സമയത്ത് തന്നെ പുഷ്പോത്സവം നടത്താത്തതിനെ BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ വിമർശിച്ചു. മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ഗുരുവായൂരിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നഗരസഭ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്പെഷ്യൽ കൗൺസിൽ വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. TC വിനോസ്, ഗുരുവായൂർ. തമിഴ്നാട് കടല്ലൂരിൽ 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് കോളനിയിൽ താമസിച്ചു വരുന്ന അജിത്ത്, സഹോദരിയുടെ ഭർത്താവ് വെങ്കിടേഷ് എന്നിവരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇരുവരും 2 വീടുകൾ കുത്തിത്തുറന്ന് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും
2 ലക്ഷം രൂപയും കവർച്ച നടത്തിയതായി പോലീസ് പറഞ്ഞു. വിരുദാചലം SI ചന്തുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. ചെറുതുരുത്തി SI വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ഗിരീഷ്, ഷംസുദ്ദീൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരം നോവലിസ്റ്റ് UK കുമാരന്. 11,111 രൂപയും ആർട്ടിസ്റ്റ് JR പ്രസാദ് രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉണ്ണികൃഷ്ണ പുതൂരിന്റെ 11ാം ചരമവാർഷിക ദിനമായ ഏപ്രിൽ 2 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. വാടാനപ്പള്ളി കർഷക കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വാടാനപ്പള്ളി കർഷക കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഭരണ നേതൃത്വത്തിന്റെ അഴിമതി മൂലമുണ്ടായ ഭരണസ്തംഭനം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. വാടാനപ്പള്ളി തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. CPIM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ അധ്യക്ഷനായി. നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KC പ്രസാദ്, വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR ഷിജിത്ത്, CM നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്ഥാപനവുമായി ഒരു ബാങ്കിംഗ് ഓപ്പറേഷനുകളും ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബാങ്കിനകത്ത് നടക്കുന്നില്ല. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ M സ്വരാജ്, മാനേജർ പനോളി വത്സൻ, ജാഥാംഗം K അനുശ്രീ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, MM വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാം ഊഴം ലഭിക്കുമ്പോൾ നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിന്, ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ആ മൂന്നാം ഗവൺമെന്റിന് വാടാനപ്പള്ളി 17ാം വാർഡിലെ അറപ്പത്തോട് ഓർക്കായൽ പാലം നിർമ്മാണം തുടങ്ങി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇബ്രാഹിം പടുവിങ്ങൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരിത ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം ചെയ്യുന്ന 86 പഞ്ചായത്തുകൾ ഇതെല്ലാം കൂടിച്ചേരുന്നതാണ്. കൗതുക കാഴ്ചയൊരുക്കി പ്രവാസിയായ കലാകാരന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഗരുഡ ശില്പം. നൂലുവള്ളി AKG നഗറിലെ കൂടപ്ലാക്കൽ പ്രകാശനാണ് ചെമ്പുച്ചിറ കുളക്കരയോട് ചേർന്നുള്ള ഇലഞ്ഞിത്തറയിൽ ഗരുഡ ശില്പം തീർത്തിട്ടുള്ളത്. 1.5 മീറ്റർ ഉയരമുള്ള ശില്പം ഇരുമ്പ് കമ്പികളും സിമന്റും മണലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ആദ്യം വീട്ടിൽ വെച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി. പിന്നീട് കുളക്കരയിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച് മണലും സിമന്റും കൊണ്ട് പൊതിയുകയായിരുന്നു. തുടർന്ന് മിനുക്കുപണികൾ നടത്തി ഇനാമൽ പെയിന്റ് കൊണ്ട് നിറം കൊടുത്തു. ഒരാഴ്ച സമയമെടുത്താണ് പ്രകാശൻ ജീവസുറ്റ ഗരുഡ ശില്പം പൂർത്തിയാക്കിയത്. 28 വർഷമായിട്ട് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ശില്പം ഇവിടെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ശില്പം ഇവിടെ ചെയ്തു. ഇത് വെച്ചാൽ ഞാൻ ഈ സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട് എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ക്ലേ കൊണ്ടൊക്കെ ഇങ്ങനെ സ്റ്റാച്ചുകളൊക്കെ ഉണ്ടാക്കായിരുന്നു. സ്കൂൾ പഠനകാലം മുതലേ ശില്പനിർമ്മാണത്തിൽ കരവിരുത് തെളിയിച്ചിട്ടുള്ള പ്രകാശൻ കഴിഞ്ഞ 28 വർഷമായി ഖത്തറിൽ ജോലി ചെയ്ത് വരികയാണ്. പ്രകാശന്റെ കലാലോകത്തേക്കുള്ള തിരിച്ചുവരവിന് കൂടിയാണിപ്പോൾ പൊതുസ്ഥലത്തെ ഗരുഡ നിർമ്മാണം വഴിയൊരുക്കിയിരിക്കുന്നത്. മുപ്പിളിയം കോടാലി റോഡരികിലെ ചെമ്പുച്ചിറ കുളക്കരയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ശില്പം. അടുത്ത തവണ നാട്ടിലെത്തുമ്പോൾ ഇതിനടുത്തായി പെൻഗിന്റെ ശില്പം കൂടി നിർമ്മിക്കാനും ആഗ്രഹമുണ്ടെന്ന് പ്രകാശൻ പറഞ്ഞു. ഇനിയും ഇതേപോലെ ഓരോ രൂപങ്ങളും പല രൂപങ്ങളും ചെയ്യാനായിട്ട്, സ്റ്റാച്ചു ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവസരങ്ങൾ കിട്ടാണെങ്കിൽ ചെയ്യും. TC വിനോസ്, കൊടകര. എങ്ങണ്ടിയൂർ ശ്രീ ആയിരംകണ്ണി ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടത്തി. ബുധനാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, പന്തീരടി പൂജ, കലശാഭിഷേകം എന്നിവ നടത്തും. രാത്രി 9-ന് പള്ളിവേട്ട എഴുന്നള്ളത്തും. തുടർന്ന് അനുഷ്ഠാന കലാരൂപങ്ങളോടെ ശ്രീ ആയിരംകണ്ണി ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തും ഉണ്ടാകും.
ഉത്സവ ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 31 ഗജവീരന്മാർ അണിനിരക്കും. തൃപ്രയാർ അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും ഉണ്ടായിരിക്കും. ഗജരത്നം തിരുവമ്പാടി ചന്ദ്രശേഖരൻ ദേവിയുടെ തിടമ്പേറ്റും. ഏനാമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവം ആവേശമായി. ക്ഷേത്രത്തിൽ നടന്ന പൂജകൾക്ക് തന്ത്രി താമരപ്പിള്ളി വടക്കേടത്തുമന ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി ജയപ്രകാശ് എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികരായി. പൂരം എഴുന്നള്ളിപ്പിൽ 6 ആനകൾ അണിനിരന്നു. കരുവന്തല ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് പെരുവനം സതീശൻ മാരാരും സംഘവും തായമ്പകയ്ക്ക് ചെറുപ്പുളശ്ശേരി ജയവിജയനും നേതൃത്വം നൽകി. എട്ടാം ക്ലാസ്സുകാരനുണ്ടാക്കിയ ഒറിജിനലിനെ വെല്ലുന്ന കുഞ്ഞൻ ടൂറിസ്റ്റ് ബസ് കൗതുകമാകുന്നു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥിയും മണലൂർ അയ്യപ്പൻകാവ് കാട്ടിക്കോവിൽ പ്രകാശിന്റെയും സുനന്ദയുടെയും മകനുമായ പ്രസിദ്ധ് ആണ് ബസിന്റെ ചെറിയ രൂപമുണ്ടാക്കി വിസ്മയിപ്പിച്ചിരിക്കുന്നത്. ഫോറക്സ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബസിന്റെ വാതിലുകൾ കൂളിംഗ് ഫിലിം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മരം കൊണ്ട് ചെയ്സും നിർമ്മിച്ചു. സ്കൂളിൽ നടത്തുന്ന ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കാനായാണ് സഹപാഠികളൊത്ത് ബസ് നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണത്തിന് എല്ലാ സഹായവും അവർ നൽകിയെന്നും പ്രസിദ്ധ് പറഞ്ഞു. പണ്ട് ഡ്രോൺ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ് ഉണ്ടാക്കാൻ. അത് ആഗ്രഹം തോന്നിയത് സ്കൂളിൽ പോകുമ്പോൾ ബസ്സുകൾ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് തറവാടി എന്ന പേരുള്ള ബസ്. ഇത് 4 മാസത്തോളമായി ഉണ്ടാക്കി തുടങ്ങിയിട്ട്. കൂട്ടുകാർ ഫണ്ടിനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ഫുള്ളും ഞാൻ ഉണ്ടാക്കിയ ഫുള്ള് സാൻഡ് പേപ്പർ കൊണ്ട് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് പുട്ടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. KSEB എഞ്ചിനീയറായിരുന്ന അച്ഛനും ഹയർ സെക്കൻഡറി ഗസ്റ്റ് അധ്യാപികയായിരുന്ന അമ്മയും ബസ് നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു. BDS വിദ്യാർത്ഥിയായ ജ്യേഷ്ഠൻ പ്രണവും അനുജന്റെ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. തറവാടി എന്ന് പേര് നൽകിയിരിക്കുന്ന ബസ്സിലെ ശബ്ദവിന്യാസവും അലങ്കാര വെളിച്ചങ്ങളും ആരിലും കൗതുകമുണർത്തുന്നതാണ്. മാസങ്ങൾക്ക് മുൻപ് സ്വന്തമായി ഡ്രോൺ നിർമ്മിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഇടയിൽ താരമായിരുന്നു ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥി. പ്രതിരോധ മേഖലയിലെ പടക്കുതിരയായ മാക് 29 എന്ന ഫൈറ്റർ ജെറ്റിന്റെ മോഡൽ നിർമ്മാണത്തിലാണ് ഇപ്പോൾ. ISROയിലെ ശാസ്ത്രജ്ഞനാകണമെന്നാണ് പ്രസിദ്ധിന്റെ വലിയ ആഗ്രഹം. അതിനുള്ള കഠിന പ്രയത്നവും നടത്തുന്നുണ്ട് ഈ കൊച്ചുമിടുക്കൻ. TCV ന്യൂസ്, അന്തിക്കാട്. 18 കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവം ആഘോഷിച്ചു. പെരുവനംകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. കുനിശ്ശേരി അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് നന്ദിക്കര മുല്ലക്കൽ പറയന്റെ പന്തൽ വരവ് ഭക്തിസാന്ദ്രമായി. തുടർന്ന് വിവിധ സമുദായക്കാരുടെ വേലകളി വരവ്, തായമ്പക, നാടൻ പാട്ട് എന്നിവ നടന്നു. രാമവർമ്മപുരം പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. സ്നേഹ തണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം സീനിയർ ഡോക്ടറും നാച്ചുറോപ്പതിസ്റ്റുമായ ഡോക്ടർ AK വിജയകുമാർ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ഏരിയ സെക്രട്ടറി ശ്രീജിത്ത് പെരിങ്ങാവ് അധ്യക്ഷനായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ് സ്നേഹ തണ്ണീർക്കുടം ബ്രോഷർ കൈമാറി. ചടങ്ങിൽ ഡോക്ടർ നന്ദജ ജയൻ, വിക്രം ദാസ്, സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. മേള വർണ്ണ വിസ്മയം പകർന്ന പെരുവല്ലൂർ ശ്രീ കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആവേശമായി. 14 ദേശങ്ങളിൽ നിന്നായി 15 ഗജവീരന്മാർ പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വലിയപുരയ്ക്കൽ ആര്യനന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. 50ൽ പരം കലാകാരന്മാരെ അണിനിരത്തി വെള്ളിത്തിരുത്തി ഉണ്ണിനായരും സംഘവും ചെണ്ടമേളത്തിന് നേതൃത്വം നൽകി. 3 ദേശങ്ങളിൽ നിന്ന് ശിങ്കാരിമേളം, നാദസ്വരം, തെയ്യം, കാവടി എന്നീ കലാരൂപങ്ങളും എത്തിച്ചേർന്നു. ട്രസ്റ്റി K കുഞ്ഞുണ്ണി, T സുരേഷ് കുമാർ, CN സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ ഉത്സവ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ബുധനാഴ്ച പാരമ്പര്യ കലാരൂപങ്ങളുടെ വരവിന് ശേഷം 10 മണിക്ക് ക്ഷേത്ര നട അടയ്ക്കും.
പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി നടന്നു. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ പഞ്ചവാദ്യവും തുടർന്ന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാഞ്ചേരിമേളവും അരങ്ങേറി. കളമെഴുത്തുപാട്ട്, ഡബിൾ തായമ്പക, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. കേരളോത്സവത്തിൽ ക്ലബിനെ പരാജയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലെ പ്രതികളായ സഹോദരന്മാർ പിടിയിൽ. ക്ലബിനെ കേരളോത്സവത്തിൽ പരാജയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചാവക്കാട് ആലിപ്പിരി സെന്ററിലുണ്ടായ സംഘർഷത്തിലെ പ്രതികളായ തിരുവത്ര ചീനിച്ചുവട് ചക്കര വീട്ടിൽ മുഹമ്മദ് ഫയാസ്, സഹോദരൻ മുഹമ്മദ് തസൽ എന്നിവരെയാണ് ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഒളിവിലായിരുന്ന പ്രതികളെ എറണാകുളത്തെ ലോഡ്ജിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ VV വിമൽ, SIമാരായ TS അനുരാജ്, വിഷ്ണു S നായർ, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, സന്ദീപ് ഏങ്ങണ്ടിയൂർ, പ്രദീപ് G അനീഷ്, റോബിൻസൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷിച്ചു. പകൽപൂരത്തിന് പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. 5 ആനകളുടെ എഴുന്നള്ളിപ്പിൽ മേളം പത്മശ്രീ പെരുവനംകുട്ടൻ മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം അകമ്പടിയായി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് ഊണുങ്ങൽ, സെക്രട്ടറി മിഥുൻ, CM ജോയിന്റ് ട്രഷറർ അനൂപ് തോട്ടാരത്ത്, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൻപീടിക തണ്ടാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും കളമെഴുത്ത് പാട്ടും ഈ മാസം 5, 6, 7 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം, പ്രസാദ ഊട്ട്, കാളക്കളി, കരിങ്കളി, വട്ടമുടി എന്നിവയുടെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ തണ്ടാശ്ശേരി ശശിധരന്റെ വസതിയിൽ നിന്ന് എഴുന്നള്ളിപ്പും പുലർച്ചെ വടക്കുംവാതുക്കൽ ഗുരുതി എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി TS ജയപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി TR ഷൈൻ, ട്രഷറർ TA മോഹൻദാസ്, കമ്മിറ്റി അംഗം TR രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തളിക്കുളം വാടാനപ്പള്ളി ദേശക്കാർ നടത്തിവരാറുള്ള കുംഭമാസത്തിലെ അശ്വതി ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 8 ആനകൾ അണിനിരന്നു. നടുവിൽക്കര വടക്കുമുറി കമ്മിറ്റിയുടെ കൊമ്പൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വലത്ത് പുളിയന്തുരുത്ത് കമ്മിറ്റിയുടെ ബാസ്റ്റ്യൻ വിനയസുന്ദർ, കിഴക്കേ നടമുറി ശ്രീനാരായണ കോർണർ കമ്മിറ്റിയുടെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ എന്നീ ആനകളും അണിനിരന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് അനിൽകുമാർ കോന്നാടത്ത്, ജനറൽ സെക്രട്ടറി സുധീഷ് പെരിങ്ങ, രക്ഷാധികാരി ശങ്കുരു വടക്കൻ, ട്രഷറർ സതീഷ് ബാബു അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന വിശാല കാർപ്പ് മത്സ്യകൃഷിക്ക് തുടക്കമായി. പൊതുകുളങ്ങളിലും സ്വകാര്യ കുളങ്ങളിലും കാർപ്പ് മത്സ്യങ്ങളുടെ നിക്ഷേപം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R നായർ, നഗരസഭാ കൌൺസിലർമാരായ MR രാധാകൃഷ്ണൻ, KV സത്താർ, RM ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റായി MM നിഷാദിനെ തെരഞ്ഞെടുത്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് A മുരളീധരൻ രാജിവെച്ച ഒഴിവിലേക്കാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിഷാദിനെ തെരഞ്ഞെടുത്തത്. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മണ്ഡലം സമ്മേളനം ഈ മാസം 8-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ PT ജോർജ്, ഫെനി എബിൻ വെള്ളാനിക്കാരൻ, ലാലു വിൻസെന്റ് പള്ളായി, MS ശ്രീധരൻ മുതിരപ്പറമ്പിൽ, റാണി കൃഷ്ണൻ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ, വെള്ളി ഗ്രാമിന് 106 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3326 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്തും അത്താണിയിലും ആനകളിടഞ്ഞു. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ആനയിടഞ്ഞത്. അത്താണിയിലിടഞ്ഞ ആന വൈദ്യുതി തൂണും തെങ്ങും കുത്തിമറിച്ചിട്ടു. അതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി കണ്ടെത്തി. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതിക്കാണ് പരിക്കേറ്റത്. പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പൊട്ടിയ താൽക്കാലിക ബണ്ട് പുനർനിർമ്മിച്ചു. ബണ്ട് പുനർനിർമ്മിച്ചതോടെ വീണ്ടും അടിഭാഗത്തെ വെള്ളം വറ്റിക്കൽ പ്രവർത്തികൾ തുടങ്ങി. വരവൂർ തളി നടുവട്ടത്തെ സ്വകാര്യ മാലിന്യ പ്ലാന്റിലേക്ക് അറവവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. പ്രദേശവാസിയായ യുവാവിനെ മാലിന്യ വാഹനത്തിലുണ്ടായിരുന്നവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ഉല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ സോമൻ വാര്യറാണ് മരിച്ചത്. മനക്കൊടിയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ച് തകർത്തു. ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയത്തിന് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. ചാവക്കാട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന് മോഷണ ശ്രമം. ബീച്ച് റോഡിലെ മായൻ ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.